സമകാലികം പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് എൻ്റെയും നസ്രുവിൻ്റെയൊക്കെ വളരെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫൈറൂസ് മുഹമ്മദാണ് ചേരുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഒരു സ്ക്രീൻ ലൈറ്റിൽ അദ്ദേഹം ഉണ്ടാകാറില്ല. നമ്മുടെ പിന്നണി പ്രവർത്തകനാണ്. വിസ്റ്റം യൂത്തിൻ്റെ പ്രൊഫഷണൽ വിങ്ങിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് കൺവീനറാണ്. അതോടൊപ്പം വിസ്റ്റം യൂത്ത് ഇപ്പോൾ പ്രൊഫഷണൽ വിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ഒരുപാട് വലിയ നീക്കങ്ങളുടെ ഈ ഇൻചാർജ് അദ്ദേഹമാണ്. ജോബ് പോർട്ടൽ നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രോതാക്കളോട് ആ കാര്യം പ്രത്യേകം പറയാണ്. ജോബ് പോർട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു സെഷനായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ അവതരിപ്പിക്കും. തൊഴിൽ ഇന്നൊരു വലിയ വിഷയമാണ്. ആ തൊഴിൽ ഗവൺമെൻറ് തൊഴിൽ കൊടുക്കണം, ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. പക്ഷേ ഇവിടെ ഉള്ള തൊഴിലുകളുണ്ട്. ആ തൊഴിലുകൾ കണ്ടെത്താനും അതിലേക്ക് ആളെ എത്തിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് നടത്തുന്നത്. അതിൻ്റെ ഇൻചാർജ് ഫൈറൂസാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. ഏതായാലും ഫൈറൂസിനെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നത് ജോബ് പോർട്ടലിന് വേണ്ടിയിട്ടല്ല. എന്തായാലും ഫൈറൂസ് മുഹമ്മദ് നമുക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബർക്കല്ലാഹു ഫീക്ക്. ഇന്നലെ ഇവിടെ കളിയാവിലുണ്ടായോ അതോ ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണ താമസിച്ചത്, അവിടെ നിന്ന് വരുന്നത്. ഓക്കെ. അപ്പോൾ കളികാവ് സ്വദേശിയാണ്. കളിയാവ് സ്വദേശിയാണ്. മൂപ്പര് ഉണ്ടാവല് അങ്ങ് എടപ്പാളാണ് ഇപ്പോഴത്തെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ. കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് മൂപ്പര്. പ്രൊജക്ട് മാനേജറാണ് അദ്ദേഹം. അപ്പം നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന വിഷയം, ശ്രോതാക്കൾ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കിൽ വരണം. വീട് നിർമ്മാണമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം. അപ്പോൾ സ്വന്തമായി വീട് നിർമ്മിച്ച ആളുകൾ അതൊന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ താജു, പിന്നെ ഈ ഫീഡ്ബാക്കിൻ്റെ വിഷയം പറഞ്ഞപ്പോഴേ, നമ്മൾ ഈ പീസ് റേഡിയോ ആപ്പ് വഴി ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ സംഭവം ചെയ്യാൻ പറ്റുള്ളൂ. ഫീഡ്ബാക്ക് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക്. നേരെ മറിച്ച് ചില ആളുകൾക്ക് ഈ സൈറ്റ് വഴി കയറിയിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവാം. അവർക്ക് എന്ത് ചെയ്യില്ല, ഫീഡ്ബാക്കിൽ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളോട് സംവദിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പീസ് റേഡിയോ ആപ്പ് വഴി തന്നെ അത് പിന്നെ റേഡിയോ കേൾക്കാനും ഫീഡ്ബാക്ക് അയക്കാനും ശ്രദ്ധിക്കാനും. പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ഇവിടെ തന്നെ കൂട്ടിച്ചേർക്കാം. അതായത് 90-20-840 എന്നുള്ള നമ്പർ ഫീഡ്ബാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത അത്ര സാങ്കേതിക പരിമിതിയുള്ള ആളുകൾക്ക്, പ്രായമായ ആളുകൾക്കൊക്കെ അതിലേക്ക് മെസ്സേജ് അയക്കാം. സമയബന്ധിതമായി ഒരുപക്ഷെ അത് അങ്ങനെ തന്നെ വന്നോളണമെന്നില്ല. ചിലപ്പോൾ വൈകി ഇന്നത്തെ നാളെ വരാം, അല്ലെങ്കിൽ മറ്റന്നാൾ വരാം. എന്നാലും നമുക്ക് പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്മൾ വിഷയത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഫൈറൂസിനെ നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നത് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെറിയൊരു അതിൻ്റെ ഒരു ഇൻട്രോ എടുക്കുക എന്നുള്ള നിലക്കാണ്. അപ്പോൾ സ്വന്തമായി വീട് നിർമ്മിച്ച ആളുകൾ ഒന്ന് എസ് നടിക്കണം. വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളോ പ്ലാനിലുള്ള ആളുകളോ ഒരു ഇൻഷാ അല്ലാഹ് അടിക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിഷയങ്ങളിൽ ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ടവരുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ കഴിയും. ഏതായാലും സ്വന്തമായൊരു വീട് എന്നുള്ളത്, ഫൈറൂസ് സ്വന്തമായിട്ട് വീടുണ്ടാക്കിയോ? ഇൻഷാ അല്ലാഹ്. പിന്നെ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ 1-2 മാസം കൊണ്ട് ഹൗസ് വാമിംഗ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. 4 ബ്രദേഴ്സ്. 4 ബ്രദേഴ്സാണ്. ഞാൻ മൂത്താണ്. പിന്നെ 3 അനിയന്മാരാണുള്ളത്. അവർക്കൊക്കെ അവരുടെ വീട് നിർമ്മാണം തൊട്ട് താഴത്തെ അനിയന് ജസ്റ്റ് തറ ഇട്ടിട്ടുണ്ട്. അവൻ്റെ ഇങ്ങനെ പ്രോഗ്രസിങ്ങിലാണ്. ബാക്കി 2 പേരും തുടങ്ങാണ്ട്. അവരൊക്കെ അതിൽ സജീവമായിട്ട് എന്താ പറയുക, ഒരു പിന്നെ ഞാനെനിക്ക് ഫൈറൂസിനെയും സഹോദരങ്ങളെ ഇട്ട് അടുത്ത് ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അവർ നടക്കുന്നത് കണ്ടാൽ ഒരു ഫ്രണ്ട്സാണോ അതിൻ്റെ അപ്പുറമാണോ എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാറ്. അതായത് നിലനിന്ന് കിട്ടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളും മക്കളും കുടുംബമൊക്കെ ആകുമ്പോഴാണ് ഇതിനൊക്കെ ചെറിയ ബ്രേക്ക് വരാൻ സാധ്യതയല്ലേ. നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചു വന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മൊത്തം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫൈറൂസിനും ഫാമിലിക്കും, ഫൈറൂസിനോടും ഫാമിലിനോടൊക്കെ നമുക്കിത് അല്ലാതെ തന്നെ പറയാം. അത്രയും ഇന്റിമസിലോട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് കൂടെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഇതിലിപ്പോ നമ്മൾ വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആദ്യം എൻ്റെ ഒരു പ്ലോട്ടാണ് പ്രധാനം. ഈ പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്ലോട്ട് എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു പക്ഷേ സ്വന്തം നേരത്തെ പ്ലോട്ടുകളുള്ള ആളുകളുണ്ടായിരിക്കും. അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് വേറെ തന്നെയാണ്. അതേസമയം പുതിയ ഒരു ടോട്ടൽ ഒരു ബഡ്ജറ്റ്, ഒരു ഉദാഹരണത്തിന് 50 ലക്ഷം 60 ലക്ഷമൊക്കെ കയ്യിൽ ഫണ്ടുള്ള ഒരാൾ ഒരു പ്ലോട്ട് വാങ്ങി വീടുണ്ടാക്കുന്ന ആളുകളോടാണ് ആദ്യം തന്നെ മെസ്സേജ് പറയാനുള്ളത്. സ്വന്തമായിട്ട് വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് പ്ലോട്ടുണ്ട്, അതിൽ വീട് കയറ്റുന്നത് വേറെ തന്നെ ഒരു മെസ്സേജാണ്. ഈ പ്ലോട്ട് വാങ്ങുന്ന സമയത്ത് പിന്നെ ആ പ്ലോട്ടിൻ്റെ ഒരു ഘടന ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ അത് കോസ്റ്റ് കുറഞ്ഞ പ്ലോട്ട്
എന്നുള്ളൊരു അർത്ഥത്തിൽ മാത്രം പോയിട്ട് നമ്മളൊരു പ്ലോട്ട് പർച്ചേസ് ചെയ്യരുത്. കാരണം അതൊരു പക്ഷേ ഒരു ഫില്ലിങ് ലാൻഡ് ഫില്ലിങ് നടന്ന പ്ലോട്ടായിരിക്കാം. ഒരു 2-3 മീറ്റർ മണ്ണ് ഇപ്പോൾ കൽവെട്ടി കുഴികൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, ഒരുപാട് കല്ലുവെട്ടി കുഴി. അവിടെ 2-3 മീറ്റർ മണ്ണ് വെട്ടിക്കാണ്ട് ഫില്ല് ചെയ്ത ലാൻഡായിരിക്കാം. അതല്ലെങ്കിൽ അത് വളരെ ചെരിഞ്ഞൊരു പ്രദേശമായിരിക്കാം. അപ്പോൾ ഒരു വലിയ റീറ്റേൺ വാളിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഒരു പക്ഷേ ഒരു 1 ലക്ഷത്തിനോ അല്ലെങ്കിൽ 80,000-നോ ഒക്കെ ഒരു പ്ലോട്ട് സെൻറ്റിന് കിട്ടും എന്ന് പറയുമ്പോൾ പൊതുവേ ബജറ്റിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ആളുകൾ അത് പ്രിഫർ ചെയ്യുക. അതേസമയം ഈ ഒരു ഫാക്ടർ വളരെ നിർബന്ധമായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. നല്ല ഉറപ്പുള്ള, ടെക്നിക്കലി പറയുകയാണെങ്കിൽ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഒരു 400 ഒക്കെ കിട്ടുന്ന ഒരു പ്ലോട്ടാണെങ്കിൽ അവിടെ നമുക്ക് ഫൗണ്ടേഷൻ വളരെ ലഘൂകരിച്ച് ചെയ്യാൻ പറ്റും. ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ടോട്ടൽ ഒരു ബിൽഡിങ് വരുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ ലോഡ് ആ ഭൂമി എടുക്കാൻ, ആ ഭൂമിൻ്റെ ആ പ്രതലത്തിനൊരു കപ്പാസിറ്റി വേണമല്ലോ, റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നെ വെട്ടുകല്ല് ഉള്ള സ്ഥലങ്ങൾ, അതല്ലെങ്കിൽ കുറച്ച് പാറപ്രദേശങ്ങളിൽ കുറച്ച് ഉറപ്പുള്ള ഭൂമിയിൽ ഒരു വീട് നിർമ്മാണം ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഫീൽഡ് ആയിട്ടുള്ള ലാൻഡ്, അതല്ലെങ്കിൽ ചതുപ്പ് പ്രദേശങ്ങൾ, പാടം പോലത്തെ ഭൂമികളാണെങ്കിൽ, കല്ലുവെട്ടി കുഴികളാണെങ്കിൽ, അപ്പോൾ അതിലിപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ പ്രൊഫൈലിൽ നിന്ന് മാറിയിട്ട് ഫില്ല് ചെയ്ത ലാൻഡിലാണ് നമ്മൾ വീട് കൊണ്ടുപോയിട്ട് ലോഡ് ചെയ്യണത്. അപ്പോൾ ആ ഫില്ല് ലാൻഡ് ആ ലോഡ് എടുക്കൂല. അപ്പോൾ എവിടെയാണോ ഉറപ്പുള്ളത് അവിടെ നിന്ന് തന്നെ വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ലോഡ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് തന്നെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വലിയ കരിങ്കല്ലിൻ്റെ വലിയൊരു ഫൗണ്ടേഷൻ വേണ്ടി വരും. അപ്പോൾ ലാൻഡിൽ നിന്ന് ലാഭം കിട്ടുന്നത് എന്ത് ചെയ്യും, അതിൽ കൂടുതൽ എമൗണ്ട് നമുക്ക് അതിൻ്റെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടും. അപ്പോൾ ഞാനൊരു പോയിന്റ് ഇവിടെ ശ്രോതാക്കൾക്ക് വേണ്ടി പോയിന്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഭൂമി എടുക്കുമ്പോൾ പൊതുവേ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയായിരിക്കും? ഒന്ന്, അതിൻ്റെ ആധാരം എത്രത്തോളം ഭദ്രാണ്, അത് പുറമ്പോക്കാണോ എന്നൊക്കെ മാത്രമായിരിക്കും പൊതുവെ. നിലമാണോ, പറമ്പ് എന്നുള്ള ഭൂമിയാണ് സാധാരണ എടുക്കാൻ പാടുള്ളൂ. മറ്റത് തരം മാറ്റൽ വേറൊരു പ്രക്രിയ വരും. അത് ചിലപ്പോൾ ഒരു ആയുസ് മുഴുവൻ എടുക്കേണ്ടി വരും. അതായത് കൃഷി ആവശ്യത്തിന് എന്ന നിലക്ക് നിശ്ചയിക്കപ്പെട്ട ഭൂമിയിൽ കൺസ്ട്രക്ഷൻ പാടില്ല. അപ്പം അത് കാണുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, അതൊരു പറമ്പ് ഫീലായിരിക്കും. പക്ഷേ പള്ളിയേൽ എന്നൊക്കെ പറയുന്ന ടൈപ്പ് സ്ഥലങ്ങളായിരിക്കും. അത് ആധാരമോ രേഖയോ ശരിക്കും നോക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് അതുവരെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ആളുകളെ ശ്രദ്ധയിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഫൈറൂസ് പറഞ്ഞൊരു മേഖല ഉണ്ടല്ലോ. അപ്പം ശരിക്ക് ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ഒരു ഭൂമി നമ്മൾ വാങ്ങുമ്പോൾ, വീടുണ്ടാക്കാൻ വാങ്ങുന്ന ഭൂമിയാണെങ്കിൽ ശരിക്കും ഒരു നല്ല ഒരു എഞ്ചിനീയർ വന്ന് നേരത്തെ കാണണം. അപ്പോൾ കാണേണ്ടത് വീടിന് സ്ഥലം എടുക്കുമ്പോൾ വാപ്പിയും എളാപ്പിയും മൂത്താപ്പിയും ഒന്നും മാത്രമല്ല, നല്ലൊരു എഞ്ചിനീയർ വന്ന് ഒരാൾ മറ്റൊക്കെ സ്വാഭാവികമായിട്ടും കാണണം. അവർക്ക് വരാനുള്ള സൗകര്യങ്ങൾ, റോഡിന്റെ വീതി, വെള്ളത്തിന്റെ അവൈലബിലിറ്റി, ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ബന്ധപ്പെട്ട ഒരു കാര്യം കാണുമെങ്കിൽ അതല്ല, അതേ പറഞ്ഞത് ഒരു ഇമോഷണൽ സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി സംഭവമാണ്, ഒരു വൈകാരികവും സൗകര്യവും ഒക്കെയാണ്. പക്ഷെ അവിടുത്തെ റിയാലിറ്റി അവർ നോക്കിയാൽ കാണൂല. കൺസ്ട്രക്ഷൻ സംബന്ധിച്ച കാര്യങ്ങൾ അവർ നോക്കിയാൽ കാണൂല. പിന്നെ ഇതില് സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പോൾ ഒരു കൺസൾട്ടന്റ് ആവശ്യമുണ്ടോ എന്നുള്ളൊരു വിഷയമുണ്ട്. ഒരു വീട് നിർമ്മിക്കാൻ ഒരു കൺസൾട്ടന്റിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു മേഖല ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോഴേ കൺസൾട്ടൻസി മേഖലയിൽ വളരെ എക്കണോമിക് മുതലായിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കൺസൾട്ടൻസി മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് എല്ലാവർക്കും പൊതുവെ അറിയാവുന്നതാണ്. പക്ഷേ ഏതൊരു പ്രൊജക്റ്റിന് എടുക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക ഒരു കൺസൾട്ടൻറ്റ്, അതായത് ഈ മേഖലയിൽ പരിചയമുള്ളൊരു കൺസൾട്ടൻറ്റ് നിർബന്ധമായിട്ട് വേണം എന്നുള്ളതാണ്. അത് സാധാരണ ആളുകൾ ആദ്യം ഒരു പ്ലോട്ട് ഇങ്ങനെ വാങ്ങും, അത് കഴിഞ്ഞിട്ട് ഓൺലൈനുമായി കിട്ടുന്ന കുറേ പ്ലാനുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാൻ നോക്കും. അതിലുണ്ടാകുന്ന അപകടം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നമുക്കൊരു ഉദാഹരണത്തിന് നമ്മളൊരു ഫാമിലി ഓരോ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മളുടെ ഫാമിലിയിലേക്ക് നമ്മൾ നോക്കണം. നമുക്കിപ്പോൾ എത്ര മക്കളുണ്ട്, അതിൽ എത്ര പെൺമക്കൾ ആൺമക്കളുണ്ട്, ആരൊക്കെയാണ് ആ വീടുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഒരു വർക്കിംഗ് സ്റ്റൈല്, ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ വേറെ ആളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ താജിഖാനെ പോലെയൊക്കെ ഒരു സോഷ്യലി ആളുകളായിട്ട് ഇൻട്രാക്റ്റ് ആക്കാൻ. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഒരു പ്രൈവറ്റ് ഓഫീസ് വീട്ടിൽ ആവശ്യം ഉണ്ടാവും. അപ്പോൾ വളരെ ഫോർമലായിട്ടുള്ള ഗസ്റ്റ് വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫോർമൽ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്ത് വിടാനുള്ളൊരു സ്പേസ് വേറെ തന്നെ വേണം. പ്രൈവറ്റ് ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് വന്ന് പോകാൻ വേണ്ടിയിട്ട് വേറെ സ്പേസ് വേണം. അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിൽ ഒരുപാട് നമ്മുടെ ഫാമിലി, നമ്മുടെ വർക്ക് ലൈഫ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് വേണ്ടിയിട്ടൊരു കൺസൾട്ടൻറ്റ് വേണം. അതിനുപരി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള കുറേ ഏരിയകൾ നമ്മുടെ പ്ലാനുകൾ കടന്നു കൂടി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു കൊറിഡോർ ഉപയോഗശൂന്യമായി കിടക്കുന്നൊരു ഇടനാഴി,
അതൊക്കെ നമ്മുടെ പ്ലാനിലേക്കാണെങ്കിൽ അത് ഉദാഹരണത്തിന് 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ 2000 റുപ്യ സ്ക്വയർ ഫീറ്റിനോ 2500 റുപ്യ സ്ക്വയർ ഫീറ്റിനോ ഒരു വീട് പൂർത്തീകരിക്കണ വരെ ആ 100 റുപ്യ ചിലവാക്കുമ്പോൾ 2.5 ലക്ഷം റുപ്യ നമ്മൾ അറിയാതെ ചിലവാക്കുകയാണ്. അത് മീൻസ് നമ്മൾ പക്ഷേ അതിലൊരു 50,000 60,000 കൊടുത്താൽ വൃത്തിക്കൊരു പ്ലാൻ നമുക്ക് കിട്ടും. എഫക്റ്റീവ്ലി 2 ലക്ഷം റുപ്യ സേവ് ചെയ്യാണ്. അത് കൂടാതെ ഒരുപാട് സർവീസ് അവരത് കിട്ടും ചെയ്യും. അത്തരത്തിലൊരു കൺസൾട്ടൻറ്റ് ഏതൊരു മേഖലയിലും പോലെ തന്നെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ അവിടുന്ന് ഒരു ഉപദേശം എടുക്കൽ എപ്പോഴും നല്ലതാണ്. ഈ ഉപദേശങ്ങളെ മാത്രം അവലംബിക്കരുത് എന്നുള്ളൊരു ഒന്നും കൂടി ഉണ്ട്. അതായത് ഒരു എക്സ്പേർട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ എക്സ്പേർട്ട് ഈ വ്യക്തിയെ മനസ്സിലാക്കുന്നിടത്ത് പഴച്ചാൽ, ഇയാളുടെ ബഡ്ജറ്റ് ലെവൽ മനസ്സിലാക്കുന്നിടത്ത് പഴച്ചാൽ, ഇയാളുടെ ബിസിനസ് പിന്നെ അതിൻ്റെ അല്ലെങ്കിൽ അയാളുടെ വരുമാനത്തിൻ്റെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടായാൽ ഒക്കെ പ്രശ്നമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു വീടുണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ. അപ്പം ആരോട് ഇത് പറയണം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആരും നമ്മളോട് അത്രയും സ്നേഹം അടുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് പറഞ്ഞു നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ ഇങ്ങോട്ട് പറയാൻ കേട്ടോ എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാളോടാണ് ഞാനത് പറഞ്ഞപ്പോൾ മൂപ്പരൊരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലിൻ്റെ ഒരു സ്പേസ് ഉണ്ടായില്ല. ഒരു ചില്ലിൻ്റെ സ്പേസ്. അതെന്തിനാന്ന് വെച്ചു, അതിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇരുന്ന് രൂപരേഖയൊക്കെ ഉണ്ടാക്കാൻ ഒരു വൈബ് കിട്ടണേ. അതിന് പെരയിലിരുന്നാലല്ലേ വെറുതെ രൂപരേഖ ഉണ്ടാക്കുക. ഇവിടെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത് ഞാൻ ചോദിച്ചു, അല്ല ഈ ചില്ലിൻ്റെ ഈ സാധനത്തിന് എത്രയാണ് കോസ്റ്റ് ആക്കാന്ന് ചോദിച്ചു. അത് പ്രശ്നം ഒരു 9 ലക്ഷം റുപ്യ കൊണ്ട് ഉണ്ടാക്കാൻ ആ ഒരു സാധനത്തിന് വേണ്ടി മാത്രം. അതെ, ആ ഒരു സ്പേസിന് മാത്രം വരുന്ന എമൗണ്ട് ആണ് പറഞ്ഞത്. നമ്മൾ 9 ലക്ഷം കൊണ്ട് വീടാവണം എന്നുള്ള ചിന്ത. നമ്മളങ്ങനെയാണ്. നമുക്കിതിൽ വളരെ കൃത്യമായൊരു ധാരണ ഉണ്ട് ഇതിനെങ്ങനെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അവനെ അത് മാറ്റി വരച്ചു, പിന്നെയും വരച്ചു. അവസാനം എന്നോട് തെറ്റി എന്ന് പറഞ്ഞാൽ തെറ്റി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരച്ചെടുത്തു. ഞാൻ വരച്ചെടുത്തു 2 ബെഡ്റൂം, ഒരു ഓഫീസ് കുറച്ച് നല്ല വിശാലത ഉണ്ടായിക്കോട്ടെ. ആ ഓഫീസ് തന്നെ ഒരാൾക്ക് ഉറങ്ങാനുള്ള സൗകര്യം കൂടി ഉണ്ടായിക്കോട്ടെ. ആ ഓഫീസിൽ നിന്ന് ഇരിക്കുന്ന ഒരാൾക്ക് ഉള്ളിലേക്കൊന്നും കാഴ്ച ആക്സസോ ഒന്നും എന്ത് ചെയ്യണ്ട, കിട്ടണ്ട. ഒരു സിറ്റൗട്ട് അവിടെ നിന്നോട്ടെ. ഒരു 2 സ്ക്വയർ ഫീറ്റ് പോലും ഉപകാരമില്ലാത്തൊരു സ്പേസും ഉണ്ടാകാൻ പാടില്ല. ഒരു 2 സ്ക്വയർ ഫീറ്റ് പോലും ഉപകാരമില്ലാത്ത, പിന്നെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു വോളും വേണ്ട. എന്നാൽ ഭാവിയിൽ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി ഒരു വോള് കൊടുക്കണം തോന്നിയാൽ അത് കൊടുക്കാൻ പറ്റണം. ഒരു വാതിലൻ പൊളിച്ചാൽ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം, വേറെ റൂം ഉണ്ടാക്കാൻ പറ്റണം. ഈ സാധനം ഞാനോട് വരച്ചെടുത്തു. അപ്പോഴാണ് ഇത് ചെയ്തത് അയിമക്ക് ഒരു സംഭവം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ 3Dയിലൊരു സാധനം ആർക്കും ഉണ്ടാക്കി തരാം. വളരെ സത്യമാണ്. അതായത് ഈ പ്രൊജക്റ്റ് കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും എപ്പോഴും ഞാൻ ഉപദേശിക്കാറുള്ളത് ഫസ്റ്റ് അയാൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. അയാൾ വെറുതെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റ് 2000 സ്ക്വയർ ഫീറ്റ് 3000 സ്ക്വയർ ഫീറ്റ് എന്നുള്ള ഇതിലുപരി ആ വ്യക്തിനെ പറ്റി പഠിക്കണം, അയാളുടെ ഫാമിലി പഠിക്കണം, അയാളുടെ മക്കളെ പറ്റി പഠിക്കണം, അവർ ഭാവിയിലൂടെ താമസിക്കാൻ സാധ്യത ഉണ്ടോ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പോയിൻറ്റ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അള്ളാഹു നൽകുന്നൊരു അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഒരു വീട്, നല്ലൊരു ഭാര്യ, നല്ലൊരു വാഹനം എന്ന് പറയാറുണ്ടല്ലോ. അതായത് ഒരാളുടെ അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കുന്ന നല്ലൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാക്കാവാൻ പോകുന്ന ഒരാളാണെന്നുള്ളൊരു നീയത്തും ഒരു അമാനത്തായിട്ട് തന്നെ അതിനെ കണക്കാക്കണം. അദ്ദേഹത്തിൻ്റെ ബജറ്റ് എത്രത്തോളം ഉണ്ട്, അദ്ദേഹത്തിന് ഒരു പക്ഷേ നല്ലൊരു സമ്പാദ്യമുള്ള ഒരാൾ, അത്യാവശ്യം നല്ല അള്ളാഹു നല്ല ബർക്കത്തും സമ്പാദ്യം കൊടുത്ത ഒരാൾക്ക് 1 കോടി 2 കോടി റുപ്യൻ്റെ വീട് വെക്കുന്നത് ഒരു പക്ഷേ അയാളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു 1% 2% ആയിരിക്കാം. അദ്ദേഹത്തിന് അത് ഹലാലായിട്ടും വളരെ സന്തോഷപൂർവ്വം ചെയ്യാൻ പറ്റാവുന്ന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലത്തെ ഒരു അഡ്വൈസ് കൊടുക്കണം. നേരത്തെ പറഞ്ഞ ഒരു ചില്ല് പോലത്തെ ഒരു റൂം അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, അതായത് ബർക്കത്തായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതേസമയം ബജറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വിചാരിക്കുന്ന ആളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും പാടില്ല. അതായത് ക്ലയൻറ്റുമായിട്ടുള്ള വളരെ ക്ലോസ് റിലേഷനായി ഒരു 1.5-2 വർഷം അല്ലെങ്കിൽ 3 വർഷം വരെ നിലനിൽക്കുന്ന ഒരു സുഹൃത്ത് ബന്ധമാണ് ശരിക്കും ഒരു പ്രൊജക്ട് കൺസൾട്ടൻറ്റും ക്ലയൻറ്റും തമ്മിലുള്ള ബന്ധം. അത് വലിയൊരു ഒരു ദീർഘമായ യാത്ര. പലപ്പോഴും ആളുകളായിട്ട് നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആവും. അവർ പേഴ്സണൽ കാര്യങ്ങൾക്ക് വരെ നമുക്ക് പരസ്പരം സംസാരിക്കാനൊക്കെ കഴിയുന്ന തലത്തിലുള്ള ബന്ധങ്ങൾ രൂപപ്പെട്ട് വരാറുണ്ട്. ഒരു ഫാമിലി സുഹൃത്തിനെ പോലൊക്കെ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിലേഷൻസ് തുടക്കം മുതൽ ഈ ക്ലയൻറ്റും ഈ പറഞ്ഞ വ്യക്തിയും ഈ കൺസൾട്ടൻറ്റിന് അത്തരത്തിൽ കാണണം. ഇപ്പോൾ ഡോക്ടറോടും വക്കീലിനോടും കളവ് പറയരുതെന്ന് പറയും. അതേപോലെ തന്നെ ഞാൻ പറയാം, നമ്മുടെ കയ്യിലുള്ള ബജറ്റിനെ പറ്റി ഓപ്പണായിട്ട് ഫസ്റ്റ് തന്നെ നല്ലൊരു കൺസൾട്ടൻറ്റിനെ കണ്ടെത്തുക, അദ്ദേഹത്തിനോട് പറയാം ഇത്രയും എൻ്റെ ബജറ്റുള്ളൂ. തമാശ പറയാം, ഒരാളോട് ഈ പെണ്ണ് തിരഞ്ഞെടുക്കുന്ന ആള് അയാളോടും കള പറയാൻ പാടില്ല. ബ്രോക്കർ എന്ന് പറയാൻ ബ്രോക്കർ എന്ന് പറയാൻ പറ്റില്ല. ബ്രോക്കർ പറഞ്ഞ പ്രശ്നമാണ്. നമ്മളെ നാട്ടുമ്പുറത്ത് ഈ ബ്രോക്കർ പറഞ്ഞിട്ട് നടക്കുന്ന ആളെ
അയാളോട് നമ്മളെല്ലാ സത്യം കൂടി പറഞ്ഞല്ലേ, ഒരു കാലത്ത് പെണ്ണിട്ടൂല. ഇതിൽ പിന്നെ മറ്റൊരു സംഭവമാണ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെ ഒരു ബജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്കായി കിട്ടണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു പ്ലാൻ എന്തായാലും നിർബന്ധമാണ്. അതായത് നമ്മൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഇതിലുണ്ടാവണം, സംസാരിച്ചത് ക്ലിയർ ആവണം. അപ്പോൾ എന്താണ് നമ്മളൊരു ബജറ്റിൻ്റെ പ്രിപ്പയർ നടക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ പ്രൊജക്റ്റ് തീർക്കാൻ ഉദ്ദേശിക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ബജറ്റ് എന്ന് പറയുമ്പോഴേ ബജറ്റിനെ പറ്റി ഫസ്റ്റ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്തായാലും എല്ലാവരും മനസ്സിലുണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സാലറീൻ്റെ പകുതിയോ അല്ലെങ്കിൽ മുക്കാലോ അങ്ങനെ സേവ് ചെയ്ത് അല്ലെങ്കിൽ വേറെ വഴിയിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു എമൗണ്ടൊക്കെ കണക്ക് മനസ്സിലൊരു ബജറ്റ് ഉണ്ടാവും. അപ്പോൾ വീട് നിർമ്മാണമായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീടിൻ്റെ പൊതുവേ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലക്ക് സ്ട്രക്ചർ ഒരു പ്ലാസ്റ്ററിങ് തേപ്പ് വരെയുള്ള വർക്ക് കഴിയുമ്പോൾ ഒരു വീടിൻ്റെ ഒരു 35-40% എക്സ്പെൻസാണ് ഇപ്പോൾ കണ്ടുവരുന്ന വീടുകളിൽ സ്പെൻഡ് ആക്കണത്. അതിലും കൂടുതൽ പിന്നെ എമൗണ്ട് സാധാരണ ആളുകളിൽ നിന്ന് ചിലവായി പോകുന്നത് അതിന് ശേഷമുള്ള വർക്കുകൾക്കാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ബജറ്റിൻ്റെ ഒരു അറിവ് പൊതുവേ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഒരു കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളില്ല. പക്ഷെ വീട് ഉണ്ടാക്കാൻ ഇറങ്ങുന്ന ഒരാൾ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി പഠിക്കണം. എനിക്ക് ഈ വീട് ഹൗസ് വാമിങ് വരെ ടോട്ടൽ ഇത്ര ബജറ്റുള്ളൂ, അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. സ്ട്രക്ചർ വരെ ഇത്ര ചിലവാക്കും, ഫ്ലോറിങ്ങിന് ഇത്ര ചിലവാക്കും, പെയിൻറ്റിങ്ങിന് ഇത്ര ചിലവാക്കും. അങ്ങനെ അതിനെ സെഗ്മെൻറ്റ് ആക്കിയിട്ട് നേരത്തെ സെറ്റ് ഔട്ട് ചെയ്യുന്ന ആ ദിവസം തന്നെ അയാളെ മനസ്സിലൊരു പിക്ചർ വേണം. കാരണം അയാളത്തുള്ള ബജറ്റാണല്ലോ അൾട്ടിമേറ്റ്ലി അവിടെ കളിക്കാൻ പോകുന്നത്. കൺസൾട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ കോൺട്രാക്ടർ അല്ല, അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് വെച്ചിട്ട് ചെയ്തു പോകും. അപ്പോൾ പൊതുവേ ആ ചെയ്യുന്ന ആൾ തുടക്കത്തെ ദിവസം മുതൽ ഈ ഒരു സ്പ്ലിറ്റപ്പ് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കൺസൾട്ടനോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിക്കണം എത്രയാണ് ഓരോന്നിനും സ്റ്റേജിന് വരിക എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ബോംബാർഡിംഗ് എന്ന് പറയും. അതായത് ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് വഴിയും ഒരുപാട് യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും പല വീടുകളും പല സ്ഥലങ്ങളും ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ബോംബാർഡിംഗ് ആണ്. ഇൻഫർമേഷൻ ബോംബാർഡിംഗ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാണ്. അപ്പോൾ പൊതുവേ ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ അതിൻ്റെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കും, ഇത് വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ വലിയ പാനലിങ് ഉണ്ടാവും. പിന്നെ അതൊരു പക്ഷേ വലിയൊരു കോസ്റ്റിന് ഇമ്പാക്റ്റ് വരുന്ന സാധനമായിരിക്കും. ഇതൊരു പക്ഷേ അവർ ചെയ്യുന്ന കോൺട്രാക്ടോട് ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ അത് ചെയ്ത് കൊടുക്കും. അതിനൊരു പക്ഷേ 2 ലക്ഷം 3 ലക്ഷം കേൾക്കുമ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് പറയും. അടുത്തൊരു സാധനം കേൾക്കുമ്പോൾ അത് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഒരു 4 ലക്ഷം അതിന് സ്പെൻഡ് ചെയ്യും. അവസാനം നോക്കുമ്പോൾ പോക്കറ്റിൽ നോക്കുമ്പോൾ ടോട്ടൽ വീട് തീർക്കാനുള്ള ഒരു ബജറ്റ് കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ ഒരു പ്ലാനിങ്ങിൽ ഓരോ സ്റ്റേജിലും എത്ര ചിലവാക്കണം എന്നുള്ളത് വ്യക്തമായ ഉണ്ടാവും. പിന്നെ പതുക്കെ ലോണൊക്കെ ചാടും. അപ്പോൾ പണ്ടൊരു കുട്ടി എഴുതിയ പോലെ ആണ് അവസ്ഥ. ലോൺ എടുത്തു, വീട് വെച്ചു, വീട് വിറ്റു, ലോൺ അടച്ചു. ഇവിടെ ഈ ലീഗൽ അതോറിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ. എന്തപ്പോ അവിടെ നമ്മൾ അതായത് ഈ ലീഗൽ അതോറിറ്റിക്ക് കിടക്കുന്നതിന് മുമ്പ് മൂപ്പര് പറഞ്ഞത് ഒരു നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾ എടുക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് അത് ഫുൾ ആക്സസ് അല്ല, ഫുള്ള് ഓൽക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ അവർക്കൊന്നുകൂടി അതൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ വീടിൻ്റെ ഡോർ വെക്കണ സമയമാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ കൊണ്ടുവന്ന് കാണിച്ചു തരും, ഭയങ്കര ഡോറാണ്, ഈ ഡോറിൻ്റെ പ്രത്യേകത ഇത് നിങ്ങളിങ്ങനെ നോക്കിയാൽ തന്നെ തുറയും. പിന്നെ നിങ്ങളിങ്ങനെ കരുതിയാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡോർ ഗൾഫിൽ ഇരുന്നിട്ട് തുറക്കാടക്കാം. അതോടുകൂടെ ഇങ്ങോട്ട് അപ്പോൾ അതിൻ്റെ കുറേ സാധ്യതയൊക്കെ പറയും. എന്ത് ഇപ്പൊ നമ്മളെ മക്കളെ എനിക്കറിയാലോ, ഓല് വാതിലടക്കാതെ പോകും. അപ്പൊ സുഖാണ്, CCTVയിൽ നോക്കിയിട്ട് ഇങ്ങനെയാണ് ഈ സാധനം ഡെവലപ്പ് ആകുക. അപ്പൊ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാല് മക്കളെ ശരിക്കും വാതിലടക്കം പഠിപ്പിക്കാണ് വേണ്ടത്. അതല്ലാതെ അല്ലാത്ത പൈസ ഇട്ടിട്ട് ഓട്ടോമാറ്റിക്, ഇപ്പൊ എന്തൊക്കെ ഓട്ടോമേഷൻ നടക്കുന്ന കാലമാണ്. എല്ലാതും ഓട്ടോമേറ്റ് ചെയ്താല് അവസാനം നമ്മളെ പോക്കറ്റ് ഓട്ടോമേറ്റ് ചെയ്ത് പോയത് അറിഞ്ഞിട്ടുണ്ടാവും. അതല്ലേ ഉദ്ദേശിച്ചത്? നമ്മുടെ കയ്യിലുള്ള ബജറ്റിനെ പറ്റി നമുക്ക് ധാരണ ഉണ്ടാവുക. അത് പ്രകാരം നമുക്ക് ചിലവാക്കാൻ പറ്റുന്ന മേഖലയാണെങ്കിൽ ചിലവാക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ലിമിറ്റ് ചെയ്തിട്ട് ചിലവാക്കിയാലാണ് ടോട്ടൽ. കാരണം 2-3 വർഷം കൊണ്ടൊരു പദ്ധതിയാണല്ലോ, അതിൻ്റെ ഉള്ളിൽ നമ്മളുള്ള സ്പെൻഡ് ചെയ്തിട്ട് അതിലേക്ക് എത്തിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കാൻ നോക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യം, എപ്പോഴൊരു ടൈം കോസ്റ്റ് ക്വാളിറ്റി എന്നിട്ട് ട്രയാങ്കിളിനെ പറ്റി പറയാറുണ്ട് പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ. അതായത് സമയവും പിന്നെ ചിലവും അതിൻ്റെ ക്വാളിറ്റിയും, ഇത് മൂന്നും കൂടിയും ഒരു പോയിന്റിൽ വരുന്ന സംഭവം ഉണ്ടാവില്ല. വളരെ റെയർ കേസാണ്, ഐഡിയൽ കേസാണ്. അതായത് നമുക്ക് ടോട്ടൽ ബഡ്ജറ്റ് ഒരു ലിമിറ്റഡ് ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 2 മാസം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്ഥിതിവിശേഷം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ദീർഘിച്ചു പോകും. അപ്പോൾ നല്ല ടൈം കൊടുക്കുകയാണെങ്കിൽ ക്വാളിറ്റിയിൽ കുറഞ്ഞ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. കുറഞ്ഞ സമയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല കോസ്റ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ധാരണയും കൂടി മനസ്സിൽ വേണം. നമ്മൾ എത്ര സമയം കൊണ്ടാണ് തീർക്കേണ്ടത്, എത്ര കോസ്റ്റ് അതിന് ആവും, ഈ ടൈം കോസ്റ്റ് ഒന്നുകൂടി അതിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നസ്ർ പറഞ്ഞ വിഷയത്തേക്ക് വരാം. അതിൻ്റെ മുമ്പ് ഹസ്ന ജഹാൻ, അതേപോലെ തന്നെ
കുറച്ച് ആളുകൾ ഇപ്പോൾ ഓൺ കൺസ്ട്രക്ഷനിലുള്ള ആളുകൾ കുറേ ഉണ്ട്. അസ്ന ജഹാനുണ്ട്, ഫാത്തിമ റൈഹാന, ഉമ്മു കുൽസു, ഫാദിൽ, ഒരു റഹീമുണ്ട്, റഹീമ ജെ. ഇവരൊക്കെ ഇപ്പോൾ നിലവിൽ വീട് നടന്നുകൊണ്ടിരിക്കണവരോ ചിന്തിക്കണവരാണ്. ഒരുപാട് ആളുകൾ സെറ്റിൽഡ് ആണ് അൽഹംദുലില്ലാഹ്. കുറേ ആള് വീട് നിർമ്മിച്ച ആളുകളാണ്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ് ഫീഹിം വഫീഖ്. ഓക്കെ, നസ്രുങ്ങൾ പറഞ്ഞ വിഷയത്തിൽ വന്നോളൂ. പറഞ്ഞ തന്നെ ഇപ്പോൾ ഒരു വീട് വെക്കുന്ന സമയത്ത് എന്തായാലും അതിന് ലീഗൽ അഡ്വൈസ് തേടേണ്ടതുണ്ടാവും. അതുപോലെ തന്നെ ലീഗൽ സംഭവങ്ങൾ ഒരുപാട് നമ്മൾ പഠിക്കേണ്ടതുണ്ടാവും. വെറുതെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വീട് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം കറക്റ്റ് നമുക്ക് വളരെ ബ്രീഫായിട്ട് നമുക്ക് നേരത്തെ താജൊക്കെ പറഞ്ഞ പോലെ തന്നെ ലാൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുപരി കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റൂളുണ്ട്, KMBR എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ പഞ്ചായത്ത് റൂളുകളുണ്ട്. അപ്പോൾ അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടത് നിർബന്ധമാണ്. പല സ്ഥലങ്ങളിലും വീടുകൾ പ്ലാൻ ഉണ്ടാക്കി പഞ്ചായത്തുമായി ബന്ധപ്പെടാതെ വീട് നിർമ്മാണം കഴിഞ്ഞ് ഒരു പകുതി എത്തുമ്പോഴേക്കായിരിക്കും ഇങ്ങനെ പെർമിഷൻ എടുക്കണം എന്നുള്ളൊരു സമയത്തെ പറ്റി ആളുകൾ ആലോചിക്കുക. അറിയെങ്കിൽ പോലും മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു അലസതയുടെ ഭാഗമായിട്ട് പിന്നെ എടുത്താൽ മതി ആളോട് പറഞ്ഞിട്ട്. അതിലിപ്പോൾ ഈ അടുത്ത് വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഈ പെർമിറ്റ് ഫീസ് വളരെയധികം കൂട്ടി. ഇനി ഫീസ് അടച്ചിട്ട് പെർമിറ്റ് എടുക്കാതെ കൺസ്ട്രക്ഷൻ ചെയ്ത് തുടങ്ങിയ ആളുകൾക്ക് റെഗുലറൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഡബിളാണ്. പെർമിറ്റ് ഫീസ് എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് റെഗുലറൈസേഷൻ ഫീസ്. അതന്നെ വീട് ഈ പറഞ്ഞ നിയമം പാലിച്ച് ചെയ്ത വീടുകൾക്കാണ് റെഗുലറൈസ് ചെയ്ത് കൊടുക്കുള്ളൂ. നിയമം പാലിക്കാതെ വീടേണ്ട ഇപ്പോൾ തൊട്ടടുത്ത പ്ലോട്ടുകളിൽ നിന്ന് വിടേണ്ട സ്പേസ് ഉണ്ട്, റോഡിൽ നിന്ന് വിടേണ്ട സ്പേസ് ഉണ്ട്, ഒരു നടവഴി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുന്ന സ്പേസ് ഉണ്ട്. അതും പലതാണ്. ഇതൊന്നും നോക്കാതെ ചെയ്തു പോയി കഴിഞ്ഞാൽ പല ഭാഗങ്ങളും പൊളിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിൽ ഈ അബദ്ധം എവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ മുതിർന്ന കാരണവന്മാരൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അവർ ജീവിതത്തിൽ ഒരുപാട് വീടുണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ ഇത്തരം നിയമങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ഗവൺമെൻറ് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടൊരു 15-20 വർഷമായിട്ടുണ്ടാവുള്ളൂ. കറക്റ്റാണ്. ആദ്യഘട്ടത്തിൽ അവർ നിർമ്മിച്ച വീടുകൾക്കൊന്നും ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാതെ ഒരു മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ആ നിയമങ്ങൾ നടപ്പിലാക്കി തുടങ്ങുന്ന കാലമായതുകൊണ്ട് ചെറിയ ഫൈനൊക്കെ അടച്ച ആ വിഷയം മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാൽ പുതിയ കാലത്തെ നിയമവും വ്യവസ്ഥകളും പ്രത്യേകിച്ച് ഇപ്പോൾ അത് മുനിസിപ്പാലിറ്റിയിലൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആണ് അല്ലേ? പഞ്ചായത്തിനേക്കാളും കുറച്ച് മൊത്തത്തിൽ സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ വയനാടത്തെ അവസ്ഥ കണ്ടല്ലോ. അപ്പോൾ പുഴേൻ്റെ തീരങ്ങളിൽ ശരിക്കും CRZ റൂളൊക്കെ ഉണ്ട്. ഇത്ര വിട്ടുകിട്ടാണ് നമുക്ക് വീടുണ്ടാക്കാൻ പാടുള്ളൂ, 50 മീറ്റർ 60 മീറ്റർ വിട്ടിട്ട് ഒക്കെ ഓൾറെഡി റൂളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അനധികൃതമായി വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ വന്ന് പൊളിക്കുന്ന സിറ്റുവേഷൻ ഒന്നും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാവില്ല. നോട്ടീസ് വന്ന് അങ്ങനെ കാലഘട്ടങ്ങൾ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്നാലും സമാധാനമായിട്ട് നമുക്കതിന് നമ്പറൊക്കെ കിട്ടി, പഞ്ചായത്ത് നമ്പർ കിട്ടി ഉള്ളൊരു വീട് അതിൽ കടക്കാൻ കഴിയുന്ന അതുണ്ട്. അതോടൊപ്പം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മുതിർന്ന കാരണവന്മാരെ കുറിച്ച് പറഞ്ഞ ഭാഗം ഒരു പോയിന്റ് കൂടി എനിക്ക് ഐഡിയ ഉള്ളത്. മൂപ്പര് മോളെ വീട് മൂപ്പര് പഞ്ചായത്തിൻ്റെ ഒരു ഇതുള്ള സ്ഥലത്തായിരിക്കും ഉണ്ടാക്കിയത്. മൂപ്പര മോന്റെ വീട് ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആയിരിക്കും. ഇതൊക്കെ തമ്മിൽ റൂളുകളിൽ വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ മോളതിന്റെ അതേ നിയമം ഇവിടെ എടുത്താൽ പാളും സംഭവം. മൂപ്പര് പറയും ഞാൻ അവിടെ വീടുണ്ടാക്കിയിട്ടുണ്ടല്ലോ. എനിക്കത് പേഴ്സണലി അറിയണത് നമ്മുടെ അടുത്ത് പലപ്പോഴും പലരും പല സങ്കടവും പറഞ്ഞ് വിളിക്കും. ഈ സങ്കടങ്ങളുടെ മർമ്മത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവും. കുറ്റിയടി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പൊതുവെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അപ്പോൾ ഗൾഫിൽ തിരിച്ചു പോകണം. അപ്പോൾ കുറ്റിയടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, വർക്ക് തറട്ട് തുടങ്ങണം. അങ്ങനത്തെ ഇമോഷണൽ സാധനങ്ങൾ വരുമ്പോൾ പെർമിറ്റ് എടുത്തിട്ടില്ല എന്നുള്ള അത് കുഴപ്പമില്ല, പിന്നെ എടുത്താലും മതി എന്നിട്ടൊരു പോക്കണ പോകും. അത് പക്ഷേ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് പെർമിഷൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ നോക്കി അതിൽ സെറ്റ് ചെയ്തിട്ടേ തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കണം. താജുദിലേ ഇപ്പം അതിൽ സംശയം ദൂരീകരിക്കേണ്ട ഒരു അവസ്ഥയല്ല എങ്കിലും അതിൽ റഹീമ ജെ എന്ന് പറഞ്ഞൊരു ഒരു ശ്രോതാവ് നമ്മൾ ചോദിക്കുന്നത്, സൺഷെയ്ഡ് ഇല്ലാത്ത വീട് നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ചതാണോ? ഞങ്ങളുടെ ഡിസൈൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അവർ സംശയം ചോദിച്ചോട്ടെ, സംശയം ചോദിച്ചോട്ടെ, കുഴപ്പമില്ല. അതൊന്നുകൂടി ജീവനുണ്ടാവും അല്ലേ? അത് നിങ്ങളൊന്ന് പറഞ്ഞാൽ നന്നാവും. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പല ടൈപ്പ് വീടുകൾ കാണുന്നുണ്ട്. പല കാലാവസ്ഥയിലും പല നാടുകളിലുള്ള വീടുകൾ കാണുന്നുണ്ട്. അത് ഗൾഫ് നാടുകളിൽ പോയവർ കണ്ട വീട് പറഞ്ഞാൽ കാണുമ്പോൾ നല്ല സ്റ്റൈലായി. അപ്പോൾ അത് നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റിൽ പിന്നെ 6 മാസം മാറി വരുന്ന മഴയും വെയിലുള്ള നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ
അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല, ചെയ്യാൻ പറ്റാവുന്നതിന്. പക്ഷേ ഒരുപാട് കോസ്റ്റ് ചിലവുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മഴ ഡയറക്റ്റ് കൊള്ളുന്ന ഒരു വാൾ, ഇപ്പോൾ സൺഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ സൺഷെയ്ഡ് അല്ല, റെയിൻ പ്രൊട്ടക്ഷൻ കൂടിയാണ്. പൊതുവേ നമ്മൾ സൺഷെയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സണ്ണ് മാത്രമല്ല, നമുക്ക് സംബന്ധിച്ചിടത്തോളം അത് മഴയിൽ നിന്നുള്ള ജനൽക്കോ അല്ലെങ്കിൽ ലീക്കേജൊക്കെ വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടി, ചുമര് നനയാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയും അതിലുണ്ട്. അപ്പോൾ സൺഷെയ്ഡുകൾ ഇല്ലാതെ വരുന്ന ചുമരുകളുണ്ടെങ്കിൽ ആ ചുമര് തേക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യേണ്ട വാട്ടർ പ്രൂഫിങ് സംഭവങ്ങളുണ്ട്. കാരണം പുറത്തെ ചുമരിൽ വെള്ളം നനഞ്ഞാൽ തന്നെ ഉള്ളിലേക്ക് ഡാമിനസ് കയറാൻ പാടില്ല, അതുപോലെ തന്നെ ആ ഭിത്തി കേടുവരാനും പാടില്ല. അപ്പോൾ അത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണമെന്നുള്ളതും അതിൻ്റെ കോസ്റ്റ് എക്സ്പെൻസ് വരും എന്നുള്ളതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അഡ്വൈസസ് എടുത്തിട്ട് വേണം അങ്ങനത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ. അങ്ങനെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടോ ചെയ്യുന്നതുകൊണ്ടോ കുഴപ്പമില്ല, പക്ഷെ അത് നമ്മളുടെ കാലാവസ്ഥയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കണം. ആ പ്രിക്കോഷൻസ് എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു കോസ്റ്റ് ചിലവാക്കണം എന്നുള്ളൊരു ധാരണയും കൂടി ഉണ്ടെങ്കിൽ ബജറ്റിൽ ഒതുങ്ങുന്നതാണെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്താ ശ്രോതാവിൻ്റെ പേരെന്തായിരുന്നു? റഹീമ ജെനോട് പറയാനുള്ളത് സൺഷെയ്ഡ് ഉണ്ടായിക്കോട്ടെ, വെറുതെ എന്ത് ചെയ്യണ്ട, റിസ്ക് എടുക്കണ്ട. അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ ഒരു പള്ളിയിൽ നിസ്കരിച്ചു, സുബൈ കഴിഞ്ഞിറങ്ങുമ്പോൾ അവരവിടെ എന്തോ ഒരു പണിക്കാരൻ വരുന്ന വിഷയം ചർച്ച ചെയ്യാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് പൊക്കിയിട്ടുണ്ട് പള്ളി, പക്ഷെ മുകളിൽ നിന്ന് താഴെ വരെ ഇങ്ങോട്ട് ഇറങ്ങും വെള്ളം. അപ്പൊ എങ്ങനെ പെയിന്റ് അടിച്ചാലും കംപ്ലീറ്റ് ഈ ചളി കയറും. അപ്പൊ ഇതൊക്കെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് തേപ്പൊക്കെ കഴിഞ്ഞ് പെയിന്റിങ്ങിന്റെ തൊട്ട് മുമ്പാണ് അത് മനസ്സിലാവുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യണം, അവിടെ ഒരു ഷീറ്റ് ഇടാണ്, ഒരു ഗ്ലാസ് ഷീറ്റ് ഇടാണ്. അപ്പോ ഇതിന്റെ മുഖം മറയോ, അപ്പൊ ഈ ഉണ്ടാക്കിയ ഡെക്കറേഷനൊക്കെ പോയി എന്ന് മാത്രമല്ല അതിന്റെ ചെലവും കൂടും. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഒരു തുടക്കം പറഞ്ഞ ഒരു കൺസൾട്ടന്റിന്റെ ആവശ്യം എന്തായാലും അവര് കമ്മ്യൂണിക്കേഷൻ വേണം. അത് ഒരു പ്ലാൻ അതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് ഇമ്പാക്ട് എത്ര എന്നുള്ളത് അവർ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ഒരു പുതിയ ഡിസൈൻ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലാവസ്ഥയിൽ ചെയ്യുമ്പോൾ അതിന് മുൻകരുതൽ അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് വരും. വാട്ടർ പ്രൂഫിംഗ് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ സൺഷെയ്ഡൊക്കെ ഒഴിവാക്കി ചെയ്യാൻ പാടുള്ളൂ. വേണ്ടി വരും. ഒരു പുട്ടുകച്ചവടം നടത്തുന്ന ഇടയ്ക്ക്, അതായത് ഈ രംഗത്ത് ഇപ്പം വളരെ ദരിദ്രരായ ആളുകൾ, അങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ചെറിയ പൈസ കൊണ്ട് നുള്ളി പൊറുക്കി ഉണ്ടാക്കുന്ന ആളുകൾ, ശരിക്ക് അവർക്ക് ഇങ്ങനത്തെ എല്ലാ പരിരക്ഷയും കിട്ടണം. അപ്പോൾ എന്നെ കേൾക്കണ എൻ്റെ ശ്രോതാക്കൾ, അതേപോലെ തന്നെ ഈ നമ്മുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഫൈറൂസിനെ പോലെ ഉള്ള ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം വർക്കിനെ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫ്രീ കൺസൾട്ടേഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഫൈറൂസ് പറഞ്ഞ പോലത്തെ ഒരു തുടർച്ചയായ സംഭവമൊന്നും കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, പക്ഷെ പ്രാഥമികമായും പിന്നെയും ഒക്കെ ഉള്ള ചില കാര്യങ്ങൾ അവരുടെ വീടിനും അങ്ങനത്തെ ഒരു പരിരക്ഷ എന്ത് ചെയ്യണം, കിട്ടണം. അപ്പോൾ ശ്രോതാക്കളിൽ എഞ്ചിനീയറിംഗ്, സിവിൽ തൊട്ടുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ബന്ധപ്പെടണം എന്നുള്ള കാര്യവും കൂടി സാന്ദർഭികമായിട്ട് തീർച്ചയായും പറയാൻ ആഗ്രഹിക്കുകയാണ്. നസ്രു, മറ്റൊരു മേഖലയിലേക്ക് നമുക്ക് പോവാം. ഇനിയിപ്പം ചെലവ് ചുരുക്കലുമായി ബന്ധപ്പെട്ടൊരു വളരെ ചെറിയൊരു കാര്യം ചോദിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു വൈൻഡപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ചെലവ് ചുരുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും, എത്ര വലിയ വീടൊക്കെ ആണെങ്കിലും. പ്രത്യേകിച്ച് നേരത്തെ താജ് പറഞ്ഞ പോലെ വളരെ ലോ ബഡ്ജറ്റിൽ തീരുമാനിക്കുന്നവരുണ്ടാവും. എന്താണ് അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളൊരു അല്ലെങ്കിൽ അവിടെ വരാവുന്ന അബദ്ധങ്ങൾ ഉണ്ടാവാം. എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞാണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയാണ്ടല്ലോ, അതെന്താ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്? അത് പ്രധാനമായിട്ട് ചെലവ് ചുരുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പ്രദേശത്ത് ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റി ഒരിക്കലും ചുരുക്കരുത്. അതായത് ഇപ്പോൾ ആ പ്രദേശത്ത് ഉപയോഗിക്കേണ്ട നല്ല ഒരു മെറ്റീരിയൽ, ഇപ്പോൾ കല്ല് വെട്ടുകല്ലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. അവിടുത്തെ ആ പ്രദേശത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ലോ കോസ്റ്റ് സാധനം ഉപയോഗിച്ചിട്ട് വേണം. പിന്നെ ഒരു ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെട്ടുകളികൾ അവൈലബിൾ ആണ്. തൃശ്ശൂരിൽ നിന്ന് ഇവിടുന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വെട്ടുകളില്ല. അവിടെ നമുക്ക് സോളിഡ് ബ്ലോക്കുകളൊക്കെയാണ്, സിമെൻറ്റ് ബ്ലോക്സ് ഒക്കെയാണ് ഉള്ളത്. കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ സ്ട്രോങ് വെട്ടുകല്ലുകളുണ്ട്. അവർക്ക് ഇപ്പോൾ 20 രൂപ 30 രൂപയൊക്കെ വെട്ടുകൽ കിട്ടും. നമ്മുടെ അടുത്ത് ഒരു 55 രൂപ ഒക്കെ ആവും. അപ്പോൾ അതത് പ്രദേശങ്ങളിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ മിനിമം കോസ്റ്റിൽ കിട്ടുന്ന ഏതാണെന്ന് പഠിച്ചിട്ട് അത് ഉപയോഗിക്കുക. ഒരിക്കലും അത്തരം വർക്കുകളിൽ ക്വാളിറ്റി കുറക്കാൻ നോക്കരുത്. പിന്നീട് വരുന്ന ഫിനിഷിംഗ് മേഖലകളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പല ഓപ്ഷൻസും ഉണ്ട്. അതായത് ഈ പുറത്തുനിന്നൊക്കെ വരുന്ന വെയ്റ്റ്ലെസ് കട്ടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്കിപ്പോൾ വെയ്റ്റ്ലെസ് കട്ടകൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് കോളം ബീമും കൊടുത്തിട്ട് ലോഡ് ബിൽഡിങ്ങിൻ്റെ ലോഡ് കോളം ബീം വഴി പോയി പാർട്ടിഷൻ വാളായിട്ടൊക്കെ അപ്പോൾ അതത് മേഖലകളിൽ കിട്ടുന്ന അവിടുത്തെ ഒരു ലോ കോസ്റ്റ് എന്താണോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് കോസ്റ്റ് കുറക്കുക എന്നുള്ളത് ഒരിക്കലും ക്വാളിറ്റി കുറക്കുന്നതിന് കാരണമായി തീരരുത്.
അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ നമുക്ക് തന്നെ അനുഭവം 50 വർഷം 60 വർഷം നീണ്ടു നിൽക്കേണ്ട ഒരു ബിൽഡിംഗ് ആണ് ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിന്നീട് അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ലല്ലോ. കാരണം നമ്മളെല്ലാം കഴിഞ്ഞ് വാർപ്പിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ഇന്ന ആളുകൾ പറയുന്നത് ഒരു വിള്ളൽ കാണാം. അപ്പോഴാണ് പറയുക ഈ കട്ട എന്തായാലും നമ്മുടെ ഈ പരിസരത്തിന് യോജിച്ചല്ല. കേരളത്തിന്റെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ പശ്ചാത്തലത്തിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ്, രീതികൾ, ഇതിലൊക്കെ ഒരു പുതിയൊരു ഗവേഷണവും പഠനമൊക്കെ വേണ്ടേ? വേണം, തീർച്ചയായിട്ടും. അത് പിന്നെ പല ആളുകളും ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രീ കാസ്റ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രീ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമരുകളൊക്കെ നേരത്തെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് സൈറ്റിൽ കൊണ്ടുവന്ന് വെക്കുന്ന, കാരണം ഇപ്പോൾ കോറി സമരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, കല്ല് വെട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അടുത്ത തലമുറക്കും വീടുണ്ടാക്കണമല്ലോ. സ്വാഭാവികമായിട്ടും പ്രീ കാസ്റ്റ് എന്നുള്ളൊരു മേഖലയിൽ റിസർച്ച് തുടങ്ങി. പാലക്കാടൊക്കെ ഒരുപാട് 1-2 സ്ഥാപനങ്ങൾ ഇപ്പോൾ തുടങ്ങി. പിന്നെ ബാംഗ്ലൂർ, പിന്നെ കൃഷ്ണഗിരി ഭാഗത്തൊക്കെ ഒരു വലിയൊരു കെഫ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു അങ്ങനത്തെ ഒരു വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഒരു പുതിയ തൊഴിൽ മേഖലയാണ്. പ്രീ കാസ്റ്റ് ആയിട്ടുള്ള പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്രിക്ക് ബ്ലോക്ക് കളിക്കുന്ന പോലത്തെ അങ്ങനെയല്ല, അത്തരത്തിലുള്ള പ്രീ കാസ്റ്റ് കൊടുത്തിട്ട് റെഡിമെയ്ഡ് ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് നോക്കുമ്പോൾ അത് ഭയങ്കര കോസ്റ്റ് കൂടുതലാണ്. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ് മെയിൻ ഫാക്ടർ. വലിയ പിന്നെ 12 ഫീറ്റ് വണ്ടിയൊക്കെ വരുന്നത്. പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് കോസ്റ്റ് കുറയുന്നതുകൊണ്ടല്ല, നമ്മുടെ അവൈലബിലിറ്റി, സാധാരണ കിട്ടുന്ന സാധനത്തിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിലേക്ക് തിരിയുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ മേഖലയിൽ റിസർച്ച് ചെയ്തിട്ട് അതിലൊരു മോണോപ്പൊളി വരാതിരിക്കാൻ, അതായത് 1-2 ആളുകൾ മാത്രം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 4-5 ഇരട്ടി പൈസയിലായിരിക്കും തുടക്കത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. അതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ സാധ്യതകൾ പഠിച്ചിട്ട് അതിലേക്കും കൂടി കൈവെക്കുന്നത് തന്നെയാണ് ഒരു മേഖല. അത് രണ്ടാമത്തെ ഒന്ന്, പിന്നെ ശരിക്കും ഇപ്പോൾ ഈ ബെൽറ്റ് ഇടുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. മുമ്പ് ബെൽറ്റ് ഇടുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. വളരെ കുറഞ്ഞ ഒരു 20-18 വർഷത്തിന്റെ ഒക്കെ ആണോ? കറക്റ്റ് അറിയില്ല, എനിക്ക് അറിയില്ല, ടൈം പ്രത്യേകിച്ച് അറിയില്ല. ഞാൻ അങ്ങനെ പറയാൻ, ഞാൻ വീടുണ്ടാക്കുമ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ബെൽറ്റ് അത്ര നിർബന്ധമല്ല, ബെൽറ്റ് ഇത്ര രൂപ ലാഭിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് ആരോ അഡ്വൈസ് ചെയ്തിരുന്നു. എന്നാൽ അതിങ്ങനെ അങ്ങോട്ട് കയറി വരുന്നൊരു സമയമാണ് നാട്ടിൻപുറത്തേക്കൊക്കെ, ഭയങ്കര ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചില സംഭവങ്ങൾ വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ റിസർച്ചിന്റെ ഒരു സാധ്യത ഉണ്ട്. അത് കൃത്യമായിട്ട് അതിപ്പോൾ നേരത്തെ പറഞ്ഞ കൺസൾട്ടന്റിനെ ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ, സ്ട്രക്ചറൽ കൺസൾട്ടന്റ്, അതായത് സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്നുള്ള ആ ഒരു പോയിന്റിൽ ആളുകൾ വന്നപ്പോഴാണ് കൂടുതൽ ആളുകൾ പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത്. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വീടിന്റെ ടോട്ടൽ ലോഡ് ഒരേപോലെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓരോ സ്ഥലത്ത് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗവും മറ്റേ ഭാഗവും ഒരേപോലെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ളതല്ല. അപ്പോൾ ഒരു ഭാഗത്ത് ഇരുന്ന് പോയി കഴിഞ്ഞാൽ വീടിന് വിള്ളലുകളും കാര്യങ്ങളും വരും. അപ്പോൾ ഒരേപോലെ ലാൻഡിനനുസരിച്ച്, അപ്പോൾ അത് സ്ട്രക്ചറൽ എഞ്ചിനീയർ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ആ ലാൻഡിനെ നോക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ക്വാളിറ്റി കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ 18 കൊല്ലം മുമ്പേ എന്നൊക്കെ പറഞ്ഞാലേ നാട്ടുമ്പുറത്തേക്കൊന്നും അത്ര ഒരു കൺസൾട്ടൻസി കണ്ട് സംസാരിക്കുന്ന ഒരവസ്ഥ വന്നിട്ടില്ല. ഇപ്പോൾ വെള്ളം കയറി വെറുതെ പറയണേ, ഇപ്പോൾ ഒരുപാട് പലതരം ശ്രോതാക്കളുള്ളതുകൊണ്ട് വെള്ളം കയറുന്ന ഒരു വീട്, വെള്ളം വന്നാൽ പോകാനുള്ളൊരു അവസ്ഥ ചുമരിന് വേണം, എന്തോ പൊക്കണം, അപ്പൊ അതാ മണ്ണ് പോവും, വെള്ളം പോകണം, ബിൽഡിംഗ് മൊത്തം പോവില്ല. അത് അങ്ങനെ ചെയ്യുന്നുണ്ട് ശരിക്കുള്ളത് തന്നെയാണ്. അത് സ്റ്റീൽസിൽ പൊക്കി വലിയ കോളം ബീമിൽ മാത്രം പൊക്കിയിട്ട് വെള്ളം ഒഴിഞ്ഞു പോകും. കേരളത്തിൽ തുടങ്ങുകയാണെങ്കിൽ പാറ്റേൺ നമുക്ക് തരണം. അല്ല, അതിലെ വെള്ളം അടിയിലൂടെ നമുക്ക് കിട്ടണം. പല സ്ഥലങ്ങളും ഉണ്ട് അല്ലേ? മിക്കവാറും നമ്മൾ ഇപ്പം ഇന്ത്യയിലെ പല രാജ്യങ്ങളിലും ഈ ചെങ്ങാനോട് ഇരുത്തിയാല് മൊത്തം ബ്രോഡ്കാസ്റ്റ് കൊള്ളാവും. ഇവനോട് പറഞ്ഞേക്കണം. കുറെ അധികം മേഖലകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതായാലും മറ്റൊരു ദിവസം വലിയൊരു ഏരിയ നമ്മൾ ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് തോന്നുന്നത്. നാളെ തന്നെ ബാക്കി തുടരാം അല്ലെ, കഴിഞ്ഞിട്ട് കച്ചവടം ഉറപ്പിക്കാം. ഏതായാലും ഒരുപാട് മേഖല ഉണ്ട് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. ബാറക്കല്ലാഹു ഫീക്ക്. ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദിയൊന്നും പറയണില്ല, കാരണം അത് നിങ്ങളെ കൂടി ബാധ്യതയാണ്. ബാറക്കല്ലാഹു ഫീക്ക്.